പോകുന്നത് ഇവിടെ നോർത്തേൺ അയർലൻഡിൽ ആദ്യമായിട്ട് കലോത്സവം നടക്കുന്നുണ്ട്. സോ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു, സ്വർഗവേദി നോർത്തേൺ അയർലൻഡ് ഇവിടെ കലോത്സവം സംഘടിപ്പിക്കുന്നുണ്ടെന്ന്. സോ നമുക്ക് ആ കലോത്സവ കാഴ്ചകൾ കാണാൻ പോയാലോ? ഇവിടാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ചെസ് നമ്പർ ഒക്കെ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. ഓൺ സ്പോട്ട് രജിസ്ട്രേഷനും ഇവിടെ ഉണ്ട്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എന്താണ് നമ്മൾ ഇവിടുത്തെ ഹിനിങ് റൂമിലേക്ക് പോവുകയാണ്. ഇവിടെ വന്ന എല്ലാം വലിയ അവസ്ഥ. നമുക്ക് ചിലപ്പം ചെന്നാൽ ഈ ഡാൻസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒത്തിരി പിള്ളേരും ഒത്തിരി ആൾക്കാരും ഇവിടെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാം. ഓക്കെ, കുട്ടികളൊക്കെ ഇവിടെ ഡാൻസിനൊക്കെ റെഡി ആവുകയാണേ. ഹലോ ചേച്ചി, എന്നാ ഉണ്ട് വിശേഷം? സുഖം. ഞാൻ വരുവാനുണ്ടായിരിക്കില്ല. സന്തോഷം. ഇത്രയും കുഞ്ഞുങ്ങൾ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും ഒരുക്കുന്നതിൻ്റെ തിരക്കിലോ. അത് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ട് അമ്മമാര് ഈ മാരും പങ്കെടുക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും കൂടി പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ്. ആദ്യം കുഞ്ഞുങ്ങളെ ഒരുക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത അമ്മമാരുടെ ഒരു അമ്മമാർ ശരിക്കും കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഭയങ്കര എല്ലാവർക്കും പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടി. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും കോമ്പറ്റീഷൻസിലുണ്ടോ? മോള് എൻ്റെ കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് കാണാം. ഈ ഹാളിലാണ് കൾച്ചറൽ ഇവന്റ്സ് നടക്കുന്നത്. ഇവിടെ കോമ്പറ്റീഷൻസ് മാത്രമല്ല, കോഫി ഫെസ്റ്റിവലും ഉണ്ട്. ഇവിടെ നമുക്ക് ഒത്തിരി ആൾക്കാരിരുന്ന് സംസാരിക്കുന്നത് കാണാൻ പറ്റും, ചായയും ചെറിയ കടിയൊക്കെ ആയിട്ട്. പലപ്പോഴും നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോ കൾച്ചറാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. ചായയും കടിയും കുറേ കാണാൻ പഴയ സൗഹൃദങ്ങളും പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാനും പറ്റിയൊരു എന്താണ് ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവിടെ വന്നിട്ട് എന്താണ് ഏറ്റവും മിസ് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഇതുപോലത്തെ ഒരു സൗഹൃദമാണ് മലയാളം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ വഴിയോരത്തെ കട അല്ലെങ്കിൽ ഒരു ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ചെന്ന് നിർത്തി ഒരു ചായയൊക്കെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അതാണ് ഇവിടെ നമുക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വൈകിട്ട് ഒരു സന്ധ്യ ആകുമ്പോൾ അവലയിലെ കടയിൽ ചെന്നിരുന്ന ഒരു ചായ കുടിച്ചിട്ട് ആ സൗഹൃദമൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നത്. മാറ്റം വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മളെപ്പോലെ ഉള്ളവർക്ക് ഭയങ്കര ഇതാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. അതെ 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 അതെ. അപ്പം ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള വണ്ടർ വില്ലയും ഒരുക്കിയിട്ടുണ്ട്. ഒത്തിരി കുട്ടികൾ നിന്ന് കളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു പ്രോഗ്രാം മുതിർന്നവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ ഏജ് ഗ്രൂപ്പിനെ ഉൾപ്പെടുത്തി ഓർഗനൈസ് ചെയ്ത ഒരു ഇവന്റ് ആണ്. സോ Hello.
എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഒത്തിരി ഡാൻസ് പെർഫോമൻസസ് ഉണ്ടായിരുന്നു. സിംഗിള്, ഗ്രൂപ്പ്, അതും കുട്ടികളുടെ ഉണ്ടായിരുന്നു, അഡൾട്ട്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ടിരുന്ന് എൻജോയ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ. കലോത്സവം എന്ന് പറഞ്ഞാൽ കലയുടെ ഉത്സവമാണ് ശരിക്കും. അതുപോലെ തന്നെ ചെയ്യുന്നു. അതൊക്കെ വളരെ സന്തോഷമുണ്ട്. പിന്നെ എല്ലാ കാര്യവും കലകൾ ഓക്കെ, നമുക്കപ്പം കാണാം. സോ ഇവിടുത്തെ കോമ്പറ്റീഷൻസ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ സമാപന സമ്മേളനം അകത്ത് നടക്കുവാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ സംസ്കാരത്തെയും യോജിച്ചുകൊണ്ട് കർമ്മ കലാകേന്ദ്ര ഡാൻസ് സ്കൂളിൻ്റെ പെർഫോമൻസസ് ആണ് ഈ നടക്കുന്നത്. അടിപൊളി പരിപാടിയായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു സംഭവമല്ല, ഇവിടെ കാണാൻ പറ്റുന്നതാണ് റയറായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നല്ലൊരു സംഘാടകർക്കെല്ലാം വലിയൊരു ഇനി ഇങ്ങനത്തെ പരിപാടികൾ അടുത്ത വർഷമാണെങ്കിൽ ഇൻസ്പിറേഷൻ ആണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉൾക്കൊള്ളിക്കുമ്പോഴേ കോമ്പറ്റീഷൻ മത്സരത്തിന്റെ പ്രൈസ് ശരിക്കും എല്ലാവരും ഭയങ്കര ആകാംക്ഷ. അതും ഈ സമയമായിട്ട് എല്ലാവരും ആൾക്കാരും ഉണ്ട്. അത് തന്നെ ഈ പരിപാടികളിലാണ് നമ്മൾ കാണുന്നത്. താങ്ക് യു. സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്ത് ജോഷി ചേട്ടനാണ്, ബ്ലൂ ഡയമണ്ട്സ് നോർത്തേൺ അയർലൻഡ്. നല്ലൊരു ഇവൻ്റ് ആയിരുന്നു. ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റി. സംസാരിച്ചപ്പോൾ മനസ്സിലായത് നോർത്തേൺ അയർലൻഡിൻ്റെ പല ഭാഗത്തുനിന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ ഏജ് ഗ്രൂപ്പിനെയും ഉൾപ്പെടുത്തി എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു ഇവൻ്റ് ആക്കിയാണ് മാറ്റിയത്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എ ബിഗ് കൺഗ്രാറ്റ്സ്. വരും വർഷങ്ങളിൽ ഇതിലും ഗംഭീരമായിട്ട് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്